അഭിമാനിക്കാം ഓരോ ഇന്ത്യക്കാരനും ഇന്ത്യയുടെ ആയുധ കരുത്തിലും കരുതലിലും. രാജ്യാന്തര സൈനിക ശേഷിയുടെ കാര്യത്തിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അങ്ങനെയുള്ള ഒരു രാജ്യത്തിനോട് 12ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യം മത്സരിക്കാൻ ഒരുങ്ങുമ്പോൾ ഇന്ത്യൻ സൈനിക ശക്തിയിലേക്ക് ഒരു എത്തിനോട്ടം നടത്താം. 300 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഗ്രൗണ്ട് അറ്റാക്ക് മിസൈലുകളുള്ള റഫാൽ പോർവിമാനങ്ങൾ, നിശബ്ദമായി ഏത് ഭൂപ്രദേശത്തും പറന്നിറങ്ങാൻ ശേഷിയുള്ള പ്രെഡേറ്റർ ഡ്രോണുകൾ, അതിശക്തമായ കരസേന, ഇതൊക്കെയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി. ഇന്ത്യയോട് മുട്ടുക എന്നത് ഏതൊരു രാജ്യത്തിനും വലിയൊരു വെല്ലുവിളിയാണ്. അതേസമയം അതിർത്തി കടക്കാതെ തന്നെ ശത്രുക്കൾക്ക് നല്ല തിരിച്ചടി നൽകാൻ ഇന്ത്യക്ക് ശേഷിയുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമസേനകളിലൊന്ന്. ഇന്ത്യയുടെ റഫാൽ ജെറ്റുകൾ ഇപ്പോൾ ആകാശത്ത് പറന്നുയരുകയാണ്. രാജ്യാന്തര സൈനിക ശേഷിയുടെ കാര്യത്തിൽ ഇന്ത്യ 4ാം സ്ഥാനത്താണ്. അതേസമയം പാകിസ്ഥാൻ 12ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യക്ക് 14 ലക്ഷത്തിലധികം സജീവ സൈനികരും 11 ലക്ഷത്തിലധികം റിസർവ് സൈനികരുമുണ്ട്. ഇതിനു പുറമെ 25 ലക്ഷത്തിലധികം അർദ്ധ സൈനിക വിഭാഗങ്ങളും രാജ്യത്തിനുണ്ട്. പാകിസ്ഥാനാകട്ടെ 6.5 ലക്ഷം സജീവ സൈനികരും 5 ലക്ഷത്തോളം അർദ്ധ സൈനികരുമാണ് ഉള്ളത്. അത്യാധുനിക T-90 ഭീഷ്മ, അർജുൻ ടാങ്കുകൾ ഉൾപ്പെടെ 4201 ടാങ്കുകളാണ് ഇന്ത്യയുടെ പക്കലുള്ളത്. പാകിസ്ഥാന് 2627 ടാങ്കുകളാണ് ആ സ്ഥാനത്തുള്ളത്. കവചിത വാഹനങ്ങളുടെ കാര്യത്തിലും നമ്മൾ ഏറെ മുന്നിലാണ്. ഏകദേശം 1.49 ലക്ഷം കവചിത വാഹനങ്ങളാണ് ഇന്ത്യക്ക് സ്വന്തമായിട്ടുള്ളത്. ഇത് പാകിസ്ഥാനേക്കാൾ 3 ഇരട്ടിയാണ്. കരസേനയാണ് ഇന്ത്യൻ പ്രതിരോധത്തിന്റെ പ്രധാന ശക്തി. ടാങ്കുകൾ, കവചിത വാഹനങ്ങൾ, പീരങ്കികൾ, റോക്കറ്റ് പ്രൊജക്ടറുകൾ എന്നിവയെല്ലാം കരസേനയുടെ ശേഖരത്തിൽപ്പെടുന്നു. ടാങ്കുകളുടെ എണ്ണത്തിൽ പാകിസ്ഥാനേക്കാൾ ഇരട്ടിയിലധികം മുൻതൂക്കം നമുക്ക് തന്നെയാണ്. ഇന്ത്യൻ കരസേന ഇപ്പോൾ തദ്ദേശീയമായ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിനൊപ്പം വിദേശ രാജ്യങ്ങളുടെ അത്യാധുനിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതിനും പ്രാധാന്യം നൽകുന്നു. ഇന്ത്യക്ക് 513 പോർ വിമാനങ്ങൾ ഉൾപ്പെടെ 2229 വിമാനങ്ങളുണ്ട്. ആ സ്ഥാനത്ത് പാകിസ്ഥാന് 328 പോർ വിമാനങ്ങളും 1399 വിമാനങ്ങളുമുണ്ട്. ഹെലികോപ്റ്ററുകളുടെ എണ്ണത്തിലും ആകാശത്ത് ഇന്ധനം നിറയ്ക്കാനുള്ള ശേഷിയിലും ടാങ്കറുകൾ വേഴ്സസ് ടാങ്കറുകൾ എന്ന നിലയിലും ഇന്ത്യ പാകിസ്ഥാനേക്കാൾ മുന്നിലാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ മുന്നേറ്റത്തിൽ ഒരു പ്രധാന നാഴികക്കല്ലാണ് ഫ്രാൻസുമായുള്ള റഫാൽ മറൈൻ പോർ വിമാനങ്ങളുടെ കരാർ. 63,000 കോടി രൂപയുടെ 26 വിമാനങ്ങൾ ഇന്ത്യൻ വിമാനവാഹിനി കപ്പലുകളിൽ വിന്യസിക്കും. ഇത് ഇന്ത്യയുടെ നാവിക വ്യോമശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ്. നേരത്തെ വാങ്ങിയ 36 റഫാൽ വിമാനങ്ങൾ അംബാലയിലെയും ഹാഷിമാരയിലെയും വ്യോമത്താവളങ്ങളിൽ ഇപ്പോൾ തന്നെ സജ്ജമാണ്. പുതിയ കരാറോടെ റഫാൽ വിമാനങ്ങളുടെ എണ്ണം 62 ആകും. തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് MK2 വിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാക്കാനുള്ള പദ്ധതികളും അണിയറയിൽ പുരോഗമിക്കുകയാണ്. ഇതിനോടൊപ്പം നിലവിലുള്ള സുഖോയ് 30 AKI വിമാനങ്ങൾ നവീകരിക്കാനും 5ാം തലമുറ പോർ വിമാനങ്ങൾക്കായി പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും ഇന്ത്യ തയ്യാറെടുക്കുന്നു. ഇന്ത്യ 293 യുദ്ധക്കപ്പലുകളുമായി നാവികസേന അതിശക്തമായി തുടരുകയാണ്. 30-ലധികം വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും വഹിക്കാൻ ശേഷിയുള്ള INS വിക്രമാദിത്യ, INS വിക്രാന്ത്, ഈ 2 വിമാനവാഹിനി കപ്പലുകൾ ഇന്ത്യയുടെ അഭിമാനമാണ്. 18 അന്തർവാഹിനികളും നമുക്കുണ്ട്. പാകിസ്ഥാന്റെ 8 അന്തർവാഹിനികൾക്കുമേലെ പാകിസ്ഥാന് ഡിസ്ട്രോയറുകളോ വിമാനവാഹിനി കപ്പലുകളോ ഇല്ല. ഇത് അവരുടെ നാവികശേഷിയെ പ്രാദേശിക ജലത്തിൽ പരിമിതപ്പെടുത്തുന്ന ഒന്നാണ്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ, അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലുകൾ, വായുവിൽ നിന്ന് വിക്ഷേപിക്കുന്ന ക്രൂയിസ് മിസൈലുകൾ എന്നിവ ഉൾപ്പെടെ ഏകദേശം 160 വാർഹെഡുകളുടെ ഒരു ആണവ ശേഖരം ഇന്ത്യക്കുണ്ട്. ഇന്ത്യയുടെ സൈനിക ശക്തി കര, വ്യോമ, നാവിക മേഖലകളിൽ മാത്രമല്ല ആണവ, സൈബർ, ബഹിരാകാശ മേഖലകളിലും അതിശക്തമാണെന്നറിയുക. ആധുനികവൽക്കരണത്തിനൊപ്പം മികച്ച തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ഇന്ത്യയെ മറ്റേതൊരു രാജ്യവും വെല്ലുവിളിക്കാൻ മടിക്കുന്ന ഒരു സൈനിക ശക്തിയാക്കി മാറ്റുന്നു. ആക്രമൺ പോലുള്ള സൈനിക അഭ്യാസങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ തയ്യാറെടുപ്പും കാര്യക്ഷമതയും ഉറപ്പുവരുത്തുന്നതിനുള്ള സുപ്രധാന നടപടിയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇത് രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നു. നാവികസേനയ്ക്കായി 26 റഫാലം യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ ഫ്രാൻസുമായി 63,000 കോടിയുടെ കരാറിൽ ഏർപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. 1965-ലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ യശസ് ഉയർത്തിയത്. അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ കടന്നുകയറ്റത്തിന് ഇന്ത്യൻ വ്യോമസേന കനത്ത തിരിച്ചടിയാണ് നൽകിയത്. പാകിസ്ഥാന്റെ നിരവധി ടാങ്കുകളും വിമാനങ്ങളും ഇന്ത്യ തകർത്തു. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം പ്രധാനപ്പെട്ട 4 യുദ്ധങ്ങളിൽ നിർണായക പങ്കുവഹിച്ച ഇന്ത്യൻ വ്യോമസേന ലോകത്തെ ഏറ്റവും മികച്ച വ്യോമസേനകളിൽ ഒന്നാണെന്ന്. ഏറ്റവും അവസാനമായി പാകിസ്ഥാനിലെ ബാലാകോട്ടിലെ ഭീകര ക്യാമ്പുകൾ തകർത്തു മടങ്ങിയതും വ്യോമസേന തന്നെയാണ്. കാശ്മീരിലെ പഹൽഗാമിൽ 26 നിരപരാധികളുടെ ജീവനെടുത്ത ഭീകര ആക്രമണത്തിന് ഇന്ത്യ ചുട്ട മറുപടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2019 സെപ്റ്റംബർ 29-ന് പാക് അതിർത്തിയിൽ ഇന്ത്യ നടത്തിയ സർജിക്കൽ ആക്രമണത്തിന് 11 ദിവസം മുൻപും പ്രധാനമന്ത്രി ഇതുപോലെയുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു.
ഉണ്ടായിരുന്നു. എന്തായാലും സൈനിക നടപടിക്ക് മടിക്കില്ല എന്നതിന്റെ സൂചന ഇന്ത്യ നൽകി കഴിഞ്ഞു. അറബിക്കടലിൽ കപ്പലിൽ നിന്ന് നാവികസേന മിസൈൽ പരീക്ഷണം നടത്തി. നാവികസേനയുടെ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് അറബിക്കടലിൽ പാകിസ്ഥാന്റെ ജലാതിർത്തിയിലേക്ക് നീങ്ങി. 40 യുദ്ധവിമാനങ്ങളും 10 ഹെലികോപ്റ്ററുകളും 64 മിസൈലുകളും വഹിക്കാൻ ശേഷിയുണ്ട്. സെൻട്രൽ സെക്ടറിൽ വൻ വ്യോമാഭ്യാസം നടത്തുകയാണ്. ഇന്ത്യ കരുതൽ കൂട്ടുകയാണ്. ഇന്ത്യ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.